ജർമ്മനിയിൽ അന്തരിച്ച തലശ്ശേരി അതിരൂപതാ വൈദികനായ ബോബി വട്ടമലയച്ചന്റെ ഭൗതിക ശരീരം കണ്ണൂർ ജില്ലയിലെ മേദിഗിരിയിലെ വസതിയിലെത്തിച്ചു. ബോബിയച്ചന്റെ വൈദിക ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് 44-ാം വയസ്സിൽ വൈദികനായ അയൽക്കാരനും അടുത്ത സുഹൃത്തും ഉജ്ജയിൻ രൂപതാംഗവുമായ ഫാദർ ജോസഫ് അഴകത്ത് ബോബിയച്ചനെ ഓർത്തെടുക്കുന്നു. എൻ്റെ പേര് ഫാദർ ജോസഫ് അഴകത്ത്. ഞാൻ മധ്യപ്രദേശിലെ ഉജ്ജയിൻ രൂപതയിൽ വർക്ക് ചെയ്യുന്നു. ബോബിയച്ചൻ എൻ്റെ തൊട്ട് അയൽവാസിയാണ്. ചെറുപ്പം മുതലേ ഞങ്ങൾ ഒന്നിച്ച് കളിച്ചു വളർന്നവർ. ബോബിയച്ചൻ്റെ ജ്യേഷ്ഠന്മാർ ഒക്കെയായിട്ട് എൻ്റെ പ്രായം ജ്യേഷ്ഠന്മാരുടേതാണ്. അപ്പോൾ അവരൊക്കെ ഒന്നിച്ച് ഞങ്ങൾ കളിച്ചു വളർന്ന് പഠിച്ചവരൊക്കെയാണ്. ബോബിയച്ചന് സെമിനാരിയിൽ പോകുന്നത് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് അവരൊരു ബ്രദർഹുഡിലേക്ക് ബോബിയച്ചൻ ആദ്യം പോയിരുന്നു. അതിനുശേഷം ബോബിയച്ചൻ തിരിച്ചു വരികയും ഡിഗ്രി പഠനങ്ങൾ ഇവിടെ ആലക്കോടും തളിപ്പറമ്പുമൊക്കെ ആയിട്ട് ഡിഗ്രി പഠനങ്ങൾ പൂർത്തിയാക്കി. അതേ സമയത്ത് ഒരേ സമയത്ത് ഞങ്ങൾ ജീസസ് യൂത്തിൽ ഞങ്ങൾ ഒന്നിച്ച് ഉണ്ടായിരുന്നവരാണ്. അപ്പോഴാ കാലഘട്ടങ്ങളിൽ വലിയൊരാഗ്രഹമായിരുന്നു യേശുവിന് വേണ്ടി ജീവിക്കണം, ലോകമെങ്ങും പോയി യേശുവിനെ പ്രഘോഷിക്കണം എന്നുള്ള ഒരു ആഗ്രഹം അന്ന് ഞങ്ങളുടെ കൊച്ചു മനസ്സിലുണ്ടായിരുന്നു. ഇതെവിടെയാണ് പോയി പ്രഘോഷിക്കേണ്ടതൊന്നും അന്നറിയത്തില്ല, പക്ഷേ ആഗ്രഹം ഇതായിരുന്നു. അപ്പോഴും ഞങ്ങളുടെ ഇവിടെ ഈ റയറോത്ത് ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പിൽ ഞാനും ബോബിയച്ചനും ഞങ്ങളൊക്കെ ആ ചെറുപ്പത്തിലെ ഞങ്ങൾ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോവുകയും പ്രാർത്ഥനാ ഗ്രൂപ്പ് നയിക്കുന്ന ആ ചേട്ടനിലൂടെ തോമസ് കുടിപ്പാറ എന്ന് പറയുന്ന ആ ചേട്ടനിലൂടെ ഞങ്ങൾക്ക് ഒരുപാട് ബോധ്യങ്ങളും അനുഭവങ്ങളും ഒക്കെ ഉണ്ടായി. അതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾ ഈ കുടിപ്പാറ തോമസ് ബ്രദറിൻ്റെ വീട്ടിൽ പല രാത്രികളിലും ഞങ്ങൾ ഒന്നിച്ച് അവിടെ ഇരുന്ന് ആ ചേട്ടൻ്റെ വീടിൻ്റെ താഴെയായിട്ടൊരു പുഴയുണ്ട്. ആ പുഴയിൽ അവിടെ പാറപ്പുറത്ത് ഞങ്ങൾ മുട്ടുകുത്തി രാത്രി 10 മണിക്കൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തിയാൽ 12 മണി വരെ ഒക്കെ ഞങ്ങൾ കൈവിരിച്ച് പിടിച്ച് ഞങ്ങൾ ഒന്നിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുകയും അങ്ങനെയൊക്കെ ആ കാലഘട്ടങ്ങളിൽ ഒരുപാട് ബോധ്യങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും തീരുമാനിച്ചു യേശുവിന് വേണ്ടി ജീവിക്കണം, യേശുവിനെ പ്രഘോഷിക്കണം. അങ്ങനെ ബോബിയച്ചന് ഡിഗ്രിയുടെ സമയത്ത് കാമ്പസ് കോർഡിനേറ്ററായിരുന്നു. അതിനുശേഷമാണ് ബോബിയച്ചൻ തലശ്ശേരി രൂപതയ്ക്ക് വേണ്ടി ജോയിൻ ചെയ്യുന്നത്. പിന്നീട് 2003 ബോബിയച്ചന് പൗരോഹിത്യം സ്വീകരിക്കുകയും പിന്നീട് ഇവിടെ പാത്തമ്പാറയിൽ വികാരിയായിരുന്നു. ആദ്യം വാണിയപ്പാറയിൽ വികാരി, പിന്നീട് പാത്തമ്പാറ, പിന്നീടാണ് അച്ഛൻ ജർമ്മനിയിലേക്ക് പോയത്. ഇപ്പോൾ കഴിഞ്ഞ 12 വർഷമായിട്ട് ബോബിയച്ചൻ ജർമ്മനിയിൽ യേശുവിനെ ശുശ്രൂഷ ചെയ്യുകയായിരുന്നു. അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ എപ്പോൾ ബോബിയച്ചനെ ഇവിടെ അവധിക്ക് വരുമ്പോഴും അല്ലെങ്കിൽ ഞങ്ങൾ ഫോണിലൊക്കെ വിളിക്കുമ്പോഴും ബോബിയച്ചന് എപ്പോഴും പറയുന്ന ഒരു കാര്യം ഇതാണ്: ഒരു വിശുദ്ധനാകണം, യേശുവിന് വേണ്ടി ജീവിക്കണം, അനേകം ആത്മാക്കളെ യേശുവിന് വേണ്ടി നേടണം എന്നുള്ള ഒരാഗ്രഹമായിരുന്നു. ഞാൻ ബോബിച്ചൻ്റെയൊക്കെ കൂടെ അങ്ങനെ ഒന്നിച്ച് പ്രാർത്ഥിച്ചൊക്കെ നടന്ന് പിന്നീട് ജോലി ഉണ്ടായിരുന്നു. ആ ജോലിയൊക്കെ റിസൈൻ ചെയ്തിട്ട് 34-ാമത്തെ വയസ്സിലാണ് എന്നെ ഈശോ ഉജ്ജയിൻ രൂപതയിലേക്ക് വിളിച്ചത്. എൻ്റെ പൗരോഹിത്യ സ്വീകരണം 44-ാമത്തെ വയസ്സിലാണ്. അപ്പോൾ ഞങ്ങളെല്ലാം ഒന്നിച്ച് ഞങ്ങൾ ബോബിയച്ചന് ജർമ്മനിയിലായിരുന്നെങ്കിലും ഇടയ്ക്ക് ഞങ്ങൾ വിളിക്കുകയും ഞങ്ങൾ ഈ യേശുവിനെ പറ്റി ഞങ്ങൾ ഒത്തിരി സംസാരിക്കുകയും പ്രഘോഷിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നീട് ഞാനിങ്ങനെ ഓർക്കുകയാണ്, ഞങ്ങൾ ഡിഗ്രി കാലഘട്ടത്തിലൊക്കെ ഞങ്ങളിവിടെ ഒന്നിച്ചു കൂടുമ്പോൾ ഞങ്ങൾ യേശുവിനെ പറ്റിയാണ് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഞങ്ങളുടെ ഇവിടെ പൊയിലിൽ ഞങ്ങളുടെ ഇവിടുത്തെ ഒരു യുവജന കൂട്ടായ്മയുണ്ടായിരുന്നു. അപ്പോൾ ആ കൂട്ടായ്മയിൽ ഞങ്ങൾ അവിടെ ഒന്നിച്ചിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും ഞങ്ങൾ യേശുവിന് വേണ്ടി കുറേ ബോധ്യങ്ങളൊക്കെ പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അതൊക്കെ ഈ ബോബിയച്ചനെ യേശുവിലേക്ക് ഒരുപാട് വളർത്തിയ ഒരു സംഭവമായിരുന്നു.
ജർമ്മനിയിലും പോയെങ്കിലും അച്ഛന് ഇവിടെ ഉള്ള മനുഷ്യർ, ഞങ്ങളുടെ ഈ ദേശത്തുള്ള എല്ലാ കൂട്ടുകാരുമായിട്ടുള്ള വലിയൊരു സമ്പർക്കമുണ്ടായിരുന്നു. ബോബി അച്ഛൻ്റെ ജ്യേഷ്ഠൻ ഒരു അച്ഛനാണ്, ഡോൺ ബോസ്കോയിലെ അച്ഛനാണ്. ആ അച്ഛനും ഞാനുമാണ് ആദ്യം സെമിനാരിയിൽ പോകുന്നത്. ഇവിടെ ആ കാലഘട്ടങ്ങളിൽ മുതൽ ഈ രോഗം വന്ന ഈ ബോബി അച്ഛനെ പറ്റി ബിജി അച്ഛൻ എപ്പോഴും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു, ജോസഫ് അച്ഛ പിന്നെ ബോബി അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം, ഇതാണ് അവസ്ഥ. ഇപ്പോൾ കഴിഞ്ഞ മരിക്കുന്നതിന് തൊട്ട് മുമ്പും ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഓപ്പറേഷൻ്റെ കാര്യങ്ങളെല്ലാം ബിജി അച്ഛൻ അപ്പോൾ ഇങ്ങനെ അറിയിച്ചുകൊണ്ടിരുന്നു. ഇവിടെ അവധിക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഫോണിലൂടെയൊക്കെ വിളിക്കുമ്പോഴും അച്ഛൻ പറയുന്ന കാര്യങ്ങൾ ഇതാണ്: എല്ലാ വ്യക്തികളും ഭൗതികതയുടെ പിന്നാലെ ഓടുമ്പോൾ അവരെ രക്ഷിക്കാനായിട്ട് അവരുടെ പിന്നാലെ പോകാൻ ഇന്ന് ആൾ കുറവാണ്. അപ്പോഴവരെ നമുക്ക് നേടിയെടുക്കണം, അവരെ പശ്ചാത്താപത്തിലേക്ക് കൊണ്ടുവരണം, അവരെ നേടിയെടുക്കണം എന്നുള്ള വലിയൊരാഗ്രഹമായിരുന്നു അച്ഛനുണ്ടായിരുന്നത്. നമ്മളുടെ ജീവിതം ഹ്രസ്വമാണ്. ഈ ഭൂമിയിൽ എത്ര നാൾ നമ്മൾ ജീവിക്കുമെന്ന് നമുക്കറിയത്തില്ല. ജീവിക്കുന്ന അത്രയും കാലം എല്ലാവർക്കും മാതൃകയായി ജീവിക്കാനായിട്ട് ബോബി അച്ഛൻ പരിശ്രമിച്ചിരുന്നു. എല്ലാ വൈദികർക്കും ഒരു മാതൃകയായിരുന്നു ബോബി അച്ഛൻ എന്ന് 100% നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഞങ്ങൾ 7ാം ക്ലാസ് കഴിഞ്ഞപ്പോഴും ഞങ്ങൾ ഒന്നിച്ച് സെമിനാരിയിൽ പോയതാണ്. അപ്പോൾ ആ സമയം മുതൽ എനിക്ക് സെമിനാരിയിൽ പോകണം, അച്ഛനാകണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. പിന്നീട് എന്നെ സെമിനാരിയിൽ നിന്നും 7ാം ക്ലാസ്സിലെ 2 മാസത്തെ കോഴ്സിന് ശേഷം എന്നെ തിരിച്ചു വിട്ടു. പിന്നീട് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് സെമിനാരിയിൽ പോകാൻ ഞാൻ ആഗ്രഹിച്ചു, എനിക്ക് ചാൻസ് ലഭിച്ചില്ല. PDC കഴിഞ്ഞിട്ട് ഞാൻ പോകാൻ നോക്കി, കിട്ടിയില്ല. ഡിഗ്രി കഴിഞ്ഞിട്ട് നോക്കി, കിട്ടിയില്ല. പിന്നീട് ഞാനൊരു എക്സ്റേ ടെക്നീഷ്യൻ കോഴ്സ് പാസ്സായി. പിന്നീട് ഞാനൊരു ആശുപത്രിയിൽ 6 വർഷം ഞാൻ ജോലി ചെയ്തു. അതിനുശേഷം ഈശോ എന്നെ വിളിക്കുന്നത് ഉജ്ജയിൻ രൂപതയിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇതായിരുന്നു, ബോബി അച്ഛൻ അച്ഛനായി കഴിഞ്ഞു, അച്ഛൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്യുമായിരുന്നു. അപ്പോൾ യേശുവിന് വേണ്ടി ജീവിക്കണം, അതിനുള്ള ഒരു മോട്ടിവേഷന് എനിക്ക് കൂടുതലായിട്ട് പ്രചോദനമായിട്ടുണ്ട്. ബോബി അച്ഛൻ്റെ ചാച്ചൻ, ബോബി അച്ഛൻ്റെ വേറൊരു ചേട്ടൻ സജി, ഞങ്ങളെല്ലാം വലിയ കൂട്ടുകാരായിരുന്നു. ഞാൻ ഇങ്ങനെ ഒന്നിച്ച് കൂട്ടുകൂടി നടന്നു. അപ്പോൾ ആ സമയത്ത് ബോബി അച്ഛനൊക്കെ ബ്രദർഹുഡിൽ സെമിനാരിയിൽ പോയ സമയമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള അതേ 51ാമത്തെ വയസ്സിലാണ് ബോബി അച്ഛൻ്റെ ചാച്ചനും ഇതുപോലെ പെട്ടെന്ന് രോഗം വരികയും ഒരു ട്രീറ്റ്മെൻറ്റിലിരിക്കെ പെട്ടെന്ന് മരിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു വിശുദ്ധനെ ലഭിച്ചിരിക്കുന്നു. ഇനി നമുക്ക് പ്രാർത്ഥിക്കാം, ബോബി അച്ഛ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും. അത്രമാത്രം ഒരു വിശുദ്ധിയിൽ ജീവിച്ച ഒരു വ്യക്തിയാണ് ബോബി അച്ഛൻ.